നമ്മൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ദ റിമൈനിങ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മെഷേഴ്സ് ടു കൺസേർവ് ദ വാട്ടർ റിസോഴ്സസ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റുകളുടെ ഒരു ലിങ്കുകൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ അടുത്ത് കാണുക. അപ്പോൾ അതിനകത്ത് എല്ലാ വീഡിയോസും ഉണ്ട്, ഇതുവരെയുള്ള നോട്ട്സും ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതൊക്കെ കണ്ടു നോക്കാം. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ആർ വാട്ട് ആർ ദ മെഷേഴ്സ് ടു കൺസേർവ് ദ വാട്ടർ റിസോഴ്സസ്. വാട്ടർ റിസോഴ്സൊക്കെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? നമ്മൾ അതിൻ്റെ വാട്ടർ ഡിപ്ലീഷൻ കാരണമുള്ള കോഴ്സും എഫക്ട്സും എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ഈ ഡിപ്ലീഷൻ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? വാട്ടറിനെ സേവ് ചെയ്യണം. So how to save the water or how to conserve a water എന്ന് ചോദിച്ചാൽ, the first one is alternate source. ഈ വാട്ടർ റിസോഴ്സ് പോലെ തന്നെ യൂസ് ചെയ്യാൻ വരുന്ന വേറെ എന്തെങ്കിലും റിസോഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. സോ എനി അതർ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി ഡിസ്കവർ സോ ആസ് ടു അവോയ്ഡ് ഫെർദർ ഡിപ്ലീഷൻ. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്ത് പിന്നെ യൂസ് ചെയ്ത് ബോർവെല്ലിലൂടെ എടുക്കുമ്പോഴാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഇഫ് യു ആർ റീസൈക്ലിംഗ് ദ വാട്ടർ ദാറ്റ് വി ആർ യൂസിങ്, നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ അത് ഇച്ചിരി ഡാമേജ് ആയി കഴിഞ്ഞാലും അതിനെ നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലൂടെ കടത്തി വിട്ട് നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ സോഴ്സ് അല്ലേ. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് എടുക്കുന്നതിന് ഡയറക്റ്റായിട്ട് എടുക്കുന്നതിന് പകരം നമുക്കുള്ള സോഴ്സിനെ, പുറമേ ഉള്ള സോഴ്സിനെ തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് വൺ വേ, ദാറ്റ് ഈസ് ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ water. Second, technology. That is, newer technology should be developed so that the proper storage of the groundwater can be attained without leakage. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലീക്കേജ് ഉണ്ടാകുമ്പോഴും അതെല്ലാം മണ്ണിലായിട്ട് ഇറങ്ങി പോകുമ്പോഴൊക്കെ പ്രശ്നം വരുന്നത്. അങ്ങനെ പോകാതിരിക്കാനും ആ സീപ്പേജ് അല്ലെങ്കിൽ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വാട്ടർ റിസോഴ്സിനെ കൺസേർവ് ചെയ്യാൻ പറ്റും. പിന്നെ അവെയർനെസ് ഇൻ ദ സെൻസ് നമ്മൾ പീപ്പിൾ അൺഅവെയർ ആണ്. ഇത്രയും വാട്ടർ നമ്മൾ വേസ്റ്റ് ആക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, നമ്മുടെ എക്കോളജിക്കൽ ബാലൻസ് തന്നെ നഷ്ടമാവുന്നു, ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് പീപ്പിളിനില്ല. സോ ഇഫ് യു ആർ ഗിവിങ് സം പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു ദ പീപ്പിൾ, ദാറ്റ് ഇസ് ത്രൂ സം കൈൻഡ് ഓഫ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഒരു പീപ്പിൾ അവെയർനെസ് പ്രോഗ്രാംസിലൂടെയൊക്കെ നമ്മൾ അവരെ അറിയിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബെറ്റർ മെഷർ ടു കൺസേർവ് ദിസ് വാട്ടർ റിസോഴ്സ്. ദാറ്റ് ഇസ് ദ തേർഡ് വൺ, അവെയർനെസ്. ഫോർത്ത് വൺ ഇസ് പ്ലാന്റ് മോർ ട്രീസ്. കൂടുതൽ ട്രീസ് നടുമ്പോൾ എന്ത് പറ്റും? ട്രീസ് വെള്ളം ആവശ്യമുണ്ട് ട്രീസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. അപ്പോൾ അവർ സോയിലും വാട്ടറിനെയൊക്കെ ഹോൾഡ് ഓൺ ചെയ്യും വിതൗട്ട് ഗെറ്റിംഗ് ഇവോപ്പറേറ്റഡ്. ചുമ്മാ ഇവോപ്പറേറ്റ് പോകുന്നതിനും പകരം പ്ലാന്റ്സ് തന്നെ ഒരുവിധം ആ സോയിലിനെ ഇറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ വാട്ടറിനെ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് ഇയർ ബട്ട് ഇറ്റ് വിൽ ഇൻക്രീസ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ. നമ്മൾ ഒരു കൈൻഡ് ഓഫ് മെത്തേഡ്സ് ഉപയോഗിക്കാതെ നമ്മൾ വാട്ടർ റിസോഴ്സിനെ അതേപോലെ വിത്തൗട്ട് പൊല്യൂഷൻ സേവ് ചെയ്ത് വെക്കുക. പൊല്യൂഷൻ ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്ചാർജ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചർ വേസ്റ്റ് ഓർ ഡൊമസ്റ്റിക് വേസ്റ്റ് നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു, അതെല്ലാമാണ് വാട്ടർ പൊല്യൂഷന് കാരണം. ഇപ്പം നമ്മുടെ ഫ്ലഡൊക്കെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് ഇട്ട വേസ്റ്റ് എല്ലാം തിരിച്ച് നമ്മുടെ ലാൻഡിലേക്ക് വന്നു. ദാറ്റ് ഈസ് നമ്മൾ അത്രത്തോളം പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലായത്. എവിടേക്കോ നമ്മൾ വേസ്റ്റ് ഇട്ടതൊക്കെ തിരിച്ച് ലാൻഡിലേക്ക് എത്തിച്ചു അല്ലേ. അപ്പോൾ അതുപോലെയുള്ള വാട്ടർ പൊല്യൂഷൻസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ഇഫ് യു ആർ പ്രിവെൻറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ, ദാറ്റ് വാട്ടർ ക്യാൻ ബി യൂസ് ഫോർ സം അതർ പർപ്പസ് അല്ലേ. പൊല്യൂട്ടഡ് വാട്ടർ ആരും ഉപയോഗിക്കില്ല. അപ്പോൾ പൊല്യൂഷൻ കുറച്ചാൽ തന്നെ വാട്ടർ റിസോഴ്സിനെ സേവ് ചെയ്യാൻ പറ്റും. Then groundwater pumping. That is, no measures are adopted to check the pumping of groundwater. So more and more water is being pumped because it is free of cost. This should be completely banned so that the groundwater can be preserved. Groundwater pumping എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് എത്ര വേണമെങ്കിലും പമ്പ് ചെയ്തെടുക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. അപ്പം നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ അടക്കം വീടുകളിൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് തന്നെയാണ് ബോർവെൽ വഴി വെള്ളം അടിച്ചെടുക്കുന്നത് അല്ലേ. അങ്ങനെ എടുക്കുന്ന വെള്ളത്തിന് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഇലക്ട്രിസിറ്റി മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ. പക്ഷേ അതിന് പകരം നമ്മളൊരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാട്ടർ സപ്ലൈ, മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ സപ്ലൈയിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ആ വാട്ടറിന് കോസ്റ്റ് കൊടുക്കണം, പൈസ കൊടുക്കണം. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വളരെയധികം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസോഴ്സിനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക, ഗ്രൗണ്ട് വാട്ടർ ഇത്ര പമ്പിങ് ചെയ്യാതിരിക്കുക. ദീസ് വേസ് വി ക്യാൻ റിഡ്യൂസ് ദ വാട്ടർ resources or we can conserve the water resources. What are the measures in yoga? You can write, get an alternative source for groundwater, better technology to preserve this groundwater, awareness program should be conducted to make the people aware of the importance of water, then plant more trees, afforestation and a concept kondu varia. Don't pollute water, try to save water from any kind of pollution, from chemical or agriculture, everything.
ആൻഡ് ലാസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ പമ്പിങ് എന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ആസ് ഇറ്റ് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ അവോയ്ഡിങ് ഇറ്റ് വിറ്റ് വിൽ കൺസേർവ് വാട്ടർ റിസോഴ്സ്. സോ ദീസ് ആർ ദ മെഷേഴ്സ് ടു കൺസേർവ് വാട്ടർ റിസോഴ്സസ്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നതാണ്, വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്കൊരു കുട്ടി ഫോർവേഡ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അവൈലബിൾ എല്ലാം തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മേജർ പ്രൊവിഷൻസ് ആയിട്ട് വരുന്നത്. ബാക്കി നിങ്ങൾക്ക് ഞാൻ പ്രൊവിഷൻ്റെ പേരുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഇതിനുള്ളിലുള്ളതൊക്കെ നിങ്ങൾക്ക് വൺ സെൻറ്റൻസ് ഒക്കെ എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ. ഹ്യൂമൻ റൈറ്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹ്യൂമൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുറേ റൈറ്റ്സ് ഉണ്ട്, റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു ഫ്രീഡം. അതേപോലെ തന്നെ നമുക്ക് ഈക്വൽ ആൻഡ് ഇക്വാലിറ്റി, ഒരു ലോയുടെ മുന്നിൽ എല്ലാ മനുഷ്യരും ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പൈസ ഉള്ളവർക്ക് ഒരു ലോ, അല്ലെങ്കിൽ പുവർ ആൾക്കാർക്ക് വേറൊരു ലോ, അവർക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും പാടില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി രണ്ട് കൂട്ടർക്കും, ഏത് കൂട്ടർക്കും ഈക്വലായിട്ട് നമുക്കൊരു ലോയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, റെമഡീസ് ഫോർ ദ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്ക് പല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു അസംബിൾ, അങ്ങനെയുള്ള പല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം പല സമയങ്ങളിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എടുക്കാം. ചില സിറ്റുവേഷനിൽ ഇപ്പം കൊറോണയൊക്കെ വരുമ്പോൾ ഒരു റൈറ്റ് ടു അസംബിൾ എന്ന ഒരു കൺസെപ്റ്റിന് ഇച്ചിരി റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇത്ര ആൾക്കാരെ കൂട്ടി ഫംഗ്ഷൻ നടത്താൻ പാടുള്ളൂ. അതെല്ലാം ഒരു റൈറ്റ് ടു അസംബിളിനൊരു ചെറിയൊരു ബ്ലോക്കാണ്. പക്ഷേ അതൊരു നാഷണൽ നീഡിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഒരു ഒരു പാൻഡമിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ചുമ്മാ നമ്മൾ ഇങ്ങനെ കൂടാൻ പാടില്ല, അങ്ങനെ കൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതല്ല, വേസ്റ്റാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതിനൊക്കെ നമുക്ക് ഒരു പ്രൊവിഷനുണ്ട്, ലൈക്ക് ദ റെമഡി ഫോർ ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ദെൻ റൈറ്റ് ടു ലീവ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമുക്ക് സ്വന്തം പേഴ്സണൽ ലിബർട്ടിക്കും നമ്മുടെ ലൈഫിനുമുള്ള ഒരു റൈറ്റ് ഉണ്ട്. നോബഡി കാൺ ബി പുട്ട് ടു ഡെത്ത് അല്ലേ. ഒരാളെ ചുമ്മാ കൊല്ലാൻ പറ്റുമോ? എന്തെങ്കിലും വലിയ കുറ്റങ്ങൾ ചെയ്ത ഒരാളെ നമ്മൾ ചിലപ്പോൾ തൂക്കിക്കൊല്ലും. വളരെയധികം നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് വെച്ചിട്ട് വളരെ ഭയങ്കര ക്രൂരമായിട്ടുള്ള കൃതികൾക്ക് മാത്രമേ നമ്മൾ വധശിക്ഷ വിധിക്കാറുള്ളൂ. ബാക്കിയൊന്നിനും അങ്ങനെ നടക്കാറില്ല. അതുപോലെ ആരെങ്കിലും കൊല്ലുകയാണ്, അതൊക്കെ ലൈഫ് ലീവ് ചെയ്യാനുള്ളൊരു റൈറ്റിന് അഗെയിൻസ്റ്റാണ്. അതിനൊക്കെ അഗെയിൻസ്റ്റ് പ്രൊവിഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രീഡം, റൈറ്റ് ടു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇൻ റിലീജിയൻ. ഏതെങ്കിലും റിലീജിയൻ നമുക്ക് പ്രൊഫസ് ചെയ്യണം, ലൈക്ക് നമുക്കത് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കതിനെപ്പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യണം, അതിനൊക്കെ ഉള്ള റൈറ്റ് നമുക്കുണ്ട് അല്ലേ. അതുപോലെ ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് പ്രാക്ടീസ് എനി കൈൻഡ് ഓഫ് റിലീജിയനിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനും നമുക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല നമ്മളെ. ഓക്കെ, അങ്ങനെയുള്ള പല റൈറ്റ്സാണ് നമുക്കുള്ളത്. ഇപ്പം നിങ്ങളൊരു ഹിന്ദു ആണ്, ഒരു ക്രിസ്ത്യൻ കൾച്ചറിലേക്ക് മാറണമെങ്കിൽ യു ക്യാൻ, ബിക്കോസ് യു ഹാവ് ദ റൈറ്റ് ടു പ്രേ ടു എനി ഗോഡ്, അല്ലെങ്കിൽ ഇതൊരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഫ്രീഡം ഓഫ് സ്പീച്ച്, എവിടെ വേണമെങ്കിലും സംസാരിക്കാനുള്ളൊരു ഫ്രീഡമുണ്ട്. എപ്പാർട്ട് ഫ്രം സം അതർ സിറ്റുവേഷൻ, ചില നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കേസിലോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്ന കേസുകളല്ലാത്ത എന്തിലും നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടാവും. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് റൈറ്റ് ദ ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി ഓഫ് പബ്ലിക് സർവീസ്. നമുക്കൊരു പബ്ലിക് സർവീസ് കിട്ടാനുള്ള ഫുൾ റൈറ്റ് ഉണ്ട്. ഒരു പോലീസിൻ്റെ സർവീസ്, പബ്ലിക് സർവീസാണ് പോലീസ് സർവീസ് കിട്ടാൻ ഏതൊരു മനുഷ്യർക്കും ഇത് ഈക്വൽ റൈറ്റാണ്. നോബഡി ക്യാൻ ബി ഡിനൈഡ് ഓഫ് ദാറ്റ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി ഗ്രൂപ്പ്സിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ദെൻ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ദർ. ഒരു 18 വയസ്സ് വരെ എന്തായാലും നമുക്ക് പഠിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനുശേഷവും റൈറ്റ് എപ്പോഴും ഉണ്ട്. അത് 18 വരെ കൊടുക്കണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെയും കൂടെ റൈറ്റാണ്. ഓക്കെ, ദെൻ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ് ലേബർ. ഒരു കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് വർക്ക് ചെയ്യുക, ചൈൽഡ് ലേബർ, അതിന് അഗെയിൻസ്റ്റാണ്. ഇനി ട്രാഫിക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള തെറ്റാണ്. പിന്നെ ഫോഴ്സ്ഡ് ലേബർ, ഒരു വലിയ ആളെ പോലും നമുക്കൊരു നിർബന്ധമായിട്ടൊരു ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ഫോഴ്സ്ഡ് ലേബറും എല്ലാം കുറ്റകരമാണ്. ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിറ്റൻഷൻ ഇൻ സർട്ടൺ കേസസ്. ചില കേസിൽ നമുക്ക് ഡിറ്റൻഷനും റെസ്ട്രിക്ഷനുണ്ട്. ഡിറ്റൻഷൻ മീൻസ് നമ്മൾ ഏതെങ്കിലും കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ ചില കേസുകളിൽ അതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് മീൻസ് ഫ്രം അക്രോസ് ദ വേൾഡ്.
അക്രോസ് ഇന്ത്യ, അക്രോസ് അവർ സ്റ്റേറ്റ് നമുക്ക് മൂവ്മെൻറ്റിന് ഫുൾ ഫ്രീഡമാണ്. പക്ഷേ ഇപ്പോൾ പാൻഡമിക് സിറ്റുവേഷനിൽ കുറേ രീതിയിലുള്ള ഫ്രീഡം നമുക്ക് മൂവ്മെൻറ്റിന് കുറേ ബാൻസ് വന്നിട്ടുണ്ട്, ട്രാഫിക് ബാൻസ് വന്നിട്ടുണ്ട്, ട്രാവൽ ബാൻസ് വന്നിട്ടുണ്ട്. അതല്ലാതെ നോർമൽ സിറ്റുവേഷനിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. എപ്പാർട്ട് ഫ്രം ഇപ്പം ഒരു ജമ്മു പോലെയുള്ള സ്ഥലം അവിടെ റൈറ്റ്സ് ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട്. പിന്നെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകണമെങ്കിൽ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ വി ഹാവ് ഓൾ ദി റൈറ്റ് ടു മൂവ് അക്രോസ് ദ വേൾഡ്. പിന്നെ റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് റൈറ്റ് നോട്ട് ടു ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് എഗെയിൻസ്റ്റ് വൺ സെൽഫ്. ഇപ്പോൾ ഒരാൾക്കെതിരെ വിറ്റ്നസ്സായിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ നിൽക്കണം എന്ന് പറയാനൊരു റൈറ്റ് ആർക്കും ഇല്ല. ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാഡി, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്പോസ് ഫാക്ടർ ലോ, ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ് ടു പ്രാക്ടീസ് എനി റിലീജിയൻ നമ്മൾ പറഞ്ഞു. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി. ഇതിനാണ് നമ്മളൊരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ കാണുന്നത്, അല്ലേ? അസംബിൾ ചെയ്യാനുള്ള റൈറ്റ്സ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, സമ്മേളനങ്ങളൊക്കെ കുറച്ചു, ബിക്കോസ് ദർ ഇസ് സം റെസ്ട്രിക്ഷൻസ്. ദെൻ റൈറ്റ് ടു ഫോം യൂണിയൻ ഓർ അസോസിയേഷൻ, എവിടെ ഒരു യൂണിയനോ ട്രേഡ് യൂണിയനോ എനി കൈൻഡ് ഓഫ് അസോസിയേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻസും ഇല്ല. ഈക്വാലിറ്റി ഓപ്പർച്യൂണിറ്റി ഓഫ് പബ്ലിക് സർവീസ്, ഒരു പബ്ലിക് സർവീസിൽ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിക്കും ഇക്വാലിറ്റിയാണ്, എല്ലാവർക്കും ഒരേപോലെയുള്ള ചാൻസ്. ദെൻ equality and equal protection before law and no discrimination on the basis of the ground like race, color, sex, language or religion. ഏത് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാതെ ഏത് രീതിയിലുള്ള സർവീസസ് കിട്ടാനുള്ള റൈറ്റ് നമുക്കുണ്ട്. റേസ് വെച്ചോ, കാസ്റ്റ് വെച്ചിട്ടോ, സെക്സ് വെച്ചിട്ടോ, ഓർ റിലീജിയൻ വെച്ചോ, ലാംഗ്വേജ് വെച്ചോ ഒന്നും നമ്മളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, ഓർ വി ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ്. ഇതിൽ ചിലതൊക്കെ റിപ്പീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ മാക്സിമം നമ്മളിവിടെ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നതെന്നുണ്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സോ യു ക്യാൻ സ്റ്റഡി ഓൾമോസ്റ്റ് 10 ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ എന്താണ് ഉള്ളിൽ എഴുതാനുള്ള കൂടി പഠിക്കുക, ബാക്കി 2-3 പേരും കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് വാസ് ദ 7th question. വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ ദ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ? Next question is, what is the difference between conventional and unconventional energy resources? എനർജി റിസോഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ എനർജി റിസോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നൊരു ഭാഗമാണ്. എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ പറയില്ലേ, അതേപോലെ കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എന്ന ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. കൺവെൻഷണൽ എനർജി സോഴ്സസ് ആർ സോഴ്സ് ഓഫ് എനർജി വിച്ച് ഹാവ് ബീൻ ഇൻ യൂസ് ഫോർ എ ലോങ്ങർ ടൈം ആൻഡ് എ കൺവെൻഷണൽ യൂസ് ഓഫ് എനർജി. കുറേ നാളുകളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഴ്സ് ഓഫ് എനർജി എന്താണ്, അതാണ് നമ്മൾ കൺവെൻഷണൽ എനർജി. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കോൾ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, കുറേ വർഷങ്ങളായിട്ട് ലോങ് ടൈമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. എന്നാൽ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളിലുള്ളിലുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ടെക്നോളജി വെച്ച് വർക്ക് ചെയ്യുന്ന ഫ്യൂ ഇയേഴ്സിൽ കണ്ടുപിടിച്ച ടെക്നോളജീസ് വെച്ച് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് വെച്ച് കിട്ടുന്ന എനർജി സോഴ്സ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സോളാർ എനർജി, വിൻഡ് എനർജി. സണ്ണും വിൻഡും ഒക്കെ നമുക്കറിയാം, പക്ഷേ അതിൽ നിന്ന് എനർജി ഉണ്ടാക്കിയെടുത്തത് പുതിയൊരു കൺസെപ്റ്റാണ്, അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെയൊക്കെയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൺവെൻഷണൽ എനർജി സോഴ്സ് നോൺ റിന്യൂവബിൾ ഇൻ നേച്ചർ, അത് നശിച്ചു പോകുന്ന എനർജി സോഴ്സാണ് കൺവെൻഷണൽ സോഴ്സസ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി നോൺ റിന്യൂവബിൾ എന്ന ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കൺവെൻഷണൽ, ലൈക്ക് കോൾ, പെട്രോളിയം, ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നഷ്ടമാവും, അതൊരിക്കലും റീപ്ലനിഷ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആർ ഓൾവേസ് റിന്യൂവബിൾ ഇൻ നേച്ചർ, അവർ ഇൻഎക്സോസ്റ്റീവാണ്, ഒരിക്കലും നഷ്ടമാകുന്നില്ല. നമ്മളിപ്പോൾ സോളാർ എനർജി വെച്ച് കറണ്ട് ഉണ്ടാക്കി, സോളാർ എനർജി നഷ്ടമാകുന്നുണ്ടോ? ഇല്ല. വിൻഡ് എനർജി വെച്ച് നമ്മൾ കറണ്ട് ഉണ്ടാക്കി, വിൻഡ് എനർജി നഷ്ടമാകുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഈ കോൾ, പെട്രോളൊക്കെ ആയതുകൊണ്ട് അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, പൊല്യൂഷൻ ടു ദ എൻവയോൺമെൻറ്റ് കോസ് ചെയ്യുന്നുണ്ട്. ബട്ട് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി കൈൻഡ് ഓഫ് പൊല്യൂഷൻ. എപ്പോഴും അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, ഒരു ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. കൺവെൻഷണൽ പറയുമ്പോൾ നോൺ റിന്യൂവബിൾ എന്നൊരു കൺസെപ്റ്റ് വരണം. ഓക്കെ, തിരിച്ച് വിചാരിക്കരുത്, റിന്യൂവബിൾ അല്ല കൺവെൻഷണൽ. കൺവെൻഷണൽ പണ്ട് തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോൾ, പെട്രോൾ, ആ സാധനം. എന്നാൽ നോൺ കൺവെൻഷണൽ എന്ന പുതിയ ടെക്നോളജി വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്തത്. നോൺ കൺവെൻഷണൽ എപ്പോഴും റിന്യൂവബിൾ ആയിരിക്കും. സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ റിന്യൂവബിൾ എനർജീസ് ആണ്. പിന്നെ ഇതെപ്പോഴും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, എൻവയോൺമെൻറ്റ് ഒരു ടൈപ്പ് ഓഫ് ഹാം ഉണ്ടാക്കുന്നില്ല. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. So this is the 8th question. Next one is, what are the labor policies in India? This was also a
ക്വസ്റ്റ്യൻ ഗിവൺ ബൈ വൺ ഓഫ് ദി സ്റ്റുഡൻസ്. അവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. സോ വാട്ട് ആർ ദ ലേബർ പോളിസീസ് ടേക്കൺ അപ്പ് ബൈ ഇന്ത്യ? ഇന്ത്യയിൽ എന്തൊക്കെ ലേബർ പോളിസീസ് ഉണ്ട്? സോ ദ ലേബർ പോളിസി ഓഫ് ഇന്ത്യ comes from the part 4 of the constitution, which is the directive principles of state policy, which is based on the certain fundamental principle. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നൊരു കൺസെപ്റ്റാണ്. അതിനുള്ളിൽ നിന്നാണ് നമ്മളുടെ ഈ ഒരു ലേബർ പോളിസി തന്നെ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അതിനകത്തുള്ളത് കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, social equity, international uniformity. So these three are the major fundamental principles under the ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതിൽ നിന്നാണ് നമ്മൾ ലേബർ പോളിസി തന്നെ ഉണ്ടായി വന്നത്. സോഷ്യൽ ജസ്റ്റിസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം റിച്ച് പുവർ എന്നൊരു ഗ്യാപ്പ് നമ്മളുടെ ഇന്ത്യയിൽ കാണാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷനിൽ എന്നാൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ പുവർ ക്ലാസിഫിക്കേഷനാണ്. നമ്മളുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ളൂ. ഡെവലപ്പ് കൺട്രി ആകുമ്പോഴേ ഈ ഗ്യാപ്പ് ഫില്ലായി വരുന്നുള്ളൂ അല്ലേ. പക്ഷേ നമ്മളെല്ലാവർക്കും റിച്ച് പുവർ എന്ന ഒരു കാറ്റഗറൈസേഷൻ ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഈക്വൽ വേജും ഒരു മിനിമം വേജും സേഫ്റ്റി ഹെൽത്ത് ഫെസിലിറ്റി എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം എന്നതാണ് ഈ സോഷ്യൽ ജസ്റ്റിസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. സെക്കൻഡ് വൺ, സോഷ്യൽ ഇക്വിറ്റി. സോഷ്യൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ദ ലേബർ ലോസ് ഓഫ് ഇന്ത്യ ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ഇക്വിറ്റി, വിച്ച് മീൻസ് ടു ഫിൽ ദ ഗ്യാപ്പ് in laws as required by the society. The changing power, this power of changing the law according to circumstances is taken by the government, which passes new acts and make amendments in the old act, which recently our lawmakers passed Code Wage Act of 2019. സോഷ്യൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി എന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി. അപ്പോൾ ഏതൊരാൾക്കാർക്കും ഒരേപോലെയുള്ള സൊസൈറ്റൽ സ്റ്റാറ്റസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആരെയും ചെറുതായിട്ടോ ആരെയും വലുതായിട്ടോ കാണേണ്ടതില്ല എന്നതാണ് ഈ ഒരു സെഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ. ദെൻ international uniformity, that is another principle on which the labor laws are based as international uniformity. The role is to check whether any law follows this principle or not is checked by the International Labour Organization. ILO എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അവരാ നോക്കുന്നത് നമ്മളുടെ ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ലേബർ ലോസിനനുസരിച്ചാണോ വർക്ക് ചെയ്യുന്നത്. ഇഫ് എനിബഡി ഈസ് വർക്കിംഗ് എഗെയിൻസ്റ്റ് ദിസ് he will be banned. അങ്ങനെയുള്ളൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് വരും. ബിക്കോസ് ദാറ്റ് ഈസ് ദ റൂൾ ഗിവൺ ബൈ ദ ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നതിന് എതിരായിട്ട് ആര് വർക്ക് ചെയ്താലും അവർക്കെതിരെ കേസ് പോകുന്നതായിരിക്കും. ആൻഡ് ദെയർ മെയിൻ എയിം ഈസ് ടു റിമൂവ് ദ ഇൻജസ്റ്റിസ് ടു improve the working conditions of labor and provide equality. വർക്കിംഗ് കണ്ടീഷൻസ്, ലേബറിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാവർക്കും ഇക്വാലിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ യൂണിഫോമിറ്റിയുടെ ഉദ്ദേശങ്ങൾ. അപ്പോൾ ഈ ഒരു 3 കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് ലേബർ പോളിസീസ് തന്നെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ഇന്ത്യ there are various labor policies for the development, economic development and the welfare of workers and to provide certain directions to labor laws. അപ്പോൾ ഇങ്ങനെയുള്ള ലേബർ പോളിസീസിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ലേബർ ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ലേബർ പോളിസീസ് ആണ് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ആദ്യം ഈ ലേബർ പോളിസീസ് വന്നത് ഈ 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിനുശേഷം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നത് എന്തൊക്കെ ആക്റ്റാണ് ഈ ലേബർ പോളിസി അല്ലെങ്കിൽ ലേബർ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ ആക്റ്റാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947, ദെൻ മിനിമം വേജസ് ആക്ട് ഓഫ് 1948, ട്രേഡ് യൂണിയൻ ആക്ട് ഓഫ് 1926, ഫാക്ടറീസ് ആക്ട്സ് ഓഫ് 1948 ആൻഡ് ഈക്വൽ റെന്യൂമറേഷൻ ആക്ട് ഓഫ് 1976. സോ ദീസ് ആർ ദ മേജർ ആക്ട്സ് ഫോർ ദ ലേബർ പ്രൊട്ടക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഡിസ്കസ് ചെയ്താൽ നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പല ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളുണ്ടായിരിക്കും അല്ലേ. ചില ക്ലാഷുകളുണ്ടാവും എംപ്ലോയേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ എംപ്ലോയറും തമ്മിൽ, അല്ലെങ്കിൽ എംപ്ലോയീസ് ഉള്ളിൽ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്താൽ ലേബർ ഒരു ഇൻഡസ്ട്രിയിൽ പീസ് ആൻഡ് ഹാർമണി ഉണ്ടാവുള്ളൂ. ഇൻഡസ്ട്രിയിൽ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ലേബർ ഹാപ്പി ആവുള്ളൂ അല്ലേ. സാറ്റിസ്ഫൈഡ് ലേബർ ഉണ്ടാവണമെങ്കിൽ ഇൻഡസ്ട്രിയൽ പീസ് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന ആക്ട് 1947 ആദ്യമായിട്ട് വന്നത്. ആൻഡ് ദിസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് വന്നത്. ആൻഡ് ടു ഡിസ്മിസ് എനി വർക്കർ ഇസ് കൺസിഡേർഡ് ആസ് എ ഡിസ്പ്യൂട്ട് അക്കോർഡിംഗ് ടു ദിസ് ആക്ട്. ഇപ്പോൾ ഒരു വർക്കറിനെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു ഡിസ്പ്യൂട്ടിന് കാരണമാവും, ഒരു പ്രശ്നത്തിന് കാരണമാവുന്നുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു കൺസിലേഷൻ ഓഫീസർ
എന്ന് പറഞ്ഞ ഒരാളെ ചിലപ്പോൾ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ പല ട്രിബ്യൂണൽസ് ഉണ്ട്, നാഷണൽ ട്രിബ്യൂണൽ, ലേബർ ട്രിബ്യൂണൽ, ലേബർ കോഡ്സ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ്, അങ്ങനെയുള്ളവരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അവരായിരിക്കും ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അതിനൊരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. And according to this act, if the employees want to close this industrial establishment, then he shall first obtain the permission from 90 days of closure. അപ്പം ഒരു ഇൻഡസ്ട്രി നിർത്തണമെങ്കിൽ പോലും നമ്മൾ 90 ഡേയ്സ് മുമ്പ് പറഞ്ഞ്, ക്ലോഷറിന് മുമ്പ് പറഞ്ഞ് സമ്മതം വാങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ലേബേഴ്സിന് എന്താ ജോലി നഷ്ടമാവും. അതിനനുസരിച്ച് അവർക്ക് അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് തന്നെ വ്യത്യാസം വരും, അവരുടെ ലിവ്ലിഹുഡിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് 90 ഡേയ്സ് ബിഫോർ ഇങ്ങനെ നമ്മൾ ക്ലോഷറിന് മുമ്പ് പറഞ്ഞിരിക്കണം. ആൻഡ് it's stated to provide notice 6 weeks before the strike and prohibited lockouts, illegal strikes mentioned in the 5th schedule of the Constitution. ഇപ്പോൾ എംപ്ലോയീസിന് ഇത്രയും ഗുണങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്, ദാറ്റ് ഈസ് വർക്കേഴ്സിന് ഇത്രയും ബെനിഫിറ്റ് കൊടുക്കുന്ന പോലെ തന്നെ എംപ്ലോയേഴ്സിന് ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു സ്ട്രൈക്ക് വിളിക്കാനോ ഒരു ലോക്കൗട്ടിലേക്ക് പോകാനോ ഒന്നും പാടില്ല. അറ്റ്ലീസ്റ്റ് 6 വീക്സ് നോട്ടീസ് കൊടുത്തിരിക്കണം. നമുക്കിവിടെ ഒരു സ്ട്രൈക്ക് നടത്തണമെങ്കിൽ തന്നെ 14 ദിവസത്തിന് മുമ്പ് എന്ന് പറയുന്നില്ലേ, അതേപോലെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു 6 വീക്സ് മുമ്പ് നമ്മൾ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ വർക്കിങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അത് 5th ഷെഡ്യൂളിൽ തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷന് പല ഷെഡ്യൂൾസായിട്ട് 21 ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 5th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആക്ട് വിച്ച് വാസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലേബർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947. Second one is the Minimum Wages Act of 1948. Next year വന്നാണ് 1948 Minimum Wages Act. This act fixed the minimum wage for the workers for fixed hours paid by the employees. That is fixed hours. ഇത്രത്തോളം ഫിക്സ്ഡ് അവേഴ്സിന് ഇതായിരിക്കണം സാലറി. ഇപ്പം 8 മണിക്കൂർ വർക്ക് ചെയ്താൽ 8,000 രൂപയാണ് സാലറി എന്ന് പറഞ്ഞതാണ് മിനിമം എങ്കിൽ ഒരു വർക്കിന് അത് തന്നെയായിരിക്കണം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു മിനിമം വേജ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. These minimum wages are prescribed by the state through our notification in the National Gazette under the minimum wage rule of specific state. ഓരോ സ്റ്റേറ്റിനുണ്ട് ഇത്രയാണ് അവിടുത്തെ മിനിമം വേജ്. ഓക്കെ, ഇപ്പം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഒരു വേജ് ആയിരിക്കും, തമിഴ്നാട്ടിൽ വേറൊരു റേഞ്ച് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് റേറ്റിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ മിനിമം വേജസ് ആക്ട് ഓഫ് 1948. And in this act it is mentioned that the wages are revised after fixed years regularly. ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ പൈസയുടെ മൂല്യം കുറയുന്നുണ്ട്, സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. അപ്പോൾ ഒരു ഫിക്സഡ് ടൈം കഴിയുമ്പോൾ ഇത് റിവൈസ് ചെയ്തിരിക്കണം. ഇപ്പം 8,000 രൂപയുള്ളത് അടുത്ത ഒരു ടൈം ആകുമ്പോഴേക്കും 10,000 10,000 20,000 ഒരിക്കലായി മാറാം. അപ്പോൾ അങ്ങനെ റെഗുലർ ഇൻ്റർവെൽസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് വേജ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഫോർ ദ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ജസ്റ്റ് ദ ചൈൽഡ്, അഡൾട്ട് ആൻഡ് അഡോളസെൻറ്റ്. അപ്പം പലവർക്കും പല ടൈപ്പ് ഓഫ് വേജ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ട് ചൈൽഡിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. അഡൾട്ട് ആൻഡ് അഡോളസൻസിലൊക്കെ വരുമ്പോഴേക്ക് റേറ്റുകൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് എ സെക്കൻഡ് ആക്ട് ബേസ്ഡ് ഓൺ ദി ലേബർ പ്രൊട്ടക്ഷൻ. തേർഡ് വൺ ഇസ് ട്രേഡ് യൂണിയൻ ആക്ട് ഓഫ് 1926. ട്രേഡ് യൂണിയൻ ആക്ട് നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡസ്ട്രിയൽ ലോസിൽ, ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 ആൾക്കാരോ ഒരു കോമൺ പർപ്പസിന് വേണ്ടി ജോയിൻ ചെയ്യുന്നു, ഒരു തീരുമാനം എടുക്കുന്നു, അതിനെയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യം നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ത്രൂ ദി ട്രേഡ് യൂണിയൻ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുക. സോ ട്രേഡ് യൂണിയൻ Act of 1926. This act gives powers to workers to make the trade union and collectively assert their demand to the employer, because in most of the case the individual worker is not able to negotiate or keep his demand in front of the employer. ചിലപ്പോൾ എംപ്ലോയീസിന് ഭയങ്കര പേടിയായിരിക്കും എംപ്ലോയറിനെ. അപ്പോൾ ഒരു കാര്യം അവരോട് പറഞ്ഞ് അത് നേടിയെടുക്കാനോ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനോ നെഗോഷിയേറ്റ് ചെയ്യാനോ ഉള്ളൊരു കഴിവ് ചിലപ്പോൾ എംപ്ലോയിക്ക് ഉണ്ടാവണമെന്നില്ല. ഇൻ ദാറ്റ് കേസ് ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ ഉള്ള സിറ്റുവേഷനിൽ ആ ട്രേഡ് യൂണിയൻ മെമ്പർ ആയിരിക്കും നമ്മളുടെ കാര്യങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് അറിയിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ട്രേഡ് യൂണിയൻ. സോ ഇഫ് ദ ഡിമാൻഡ് ഓഫ് ദ വർക്ക്മെൻ ആർ ജെനുവിൻ ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ ഓൾ, അല്ലേ, ഡിമാൻഡ് ഓഫ് ദ വർക്കർ ജെനുവിൻ ആണെന്ന് തോന്നിയാൽ ആ വർക്ക് എന്താ നമ്മൾ ഡിമാൻഡെല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. അതല്ല തിരിച്ചാണെങ്കിൽ വി വിൽ ഇഗ്നോർ ഹിം. ഫോർ മേക്കിംഗ് ട്രേഡ് യൂണിയൻ മിനിമം 7 members apply for registration. ഒരു ട്രേഡ് യൂണിയൻ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 പേരെങ്കിലും ആ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ആക്ട്സ് ഓൾസോ ഡീൽ വിത്ത് ദ മോഡ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് ആക്ട് ഇസ് ദ ഫാക്ടറീസ് ആക്ട് ഓഫ് 1948. പിന്നെയുള്ളതാണ് ഫാക്ടറീസ് ആക്ട് 1948. ദ ആക്ട് ഡീൽസ് വിത്ത് ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ലേബേഴ്സ് ഇൻക്ലൂഡിംഗ് ഹെൽത്ത്, സേഫ്റ്റി, വർക്കിംഗ് അവേഴ്സ്. അപ്പം
ഫാക്ടറീസ് ആക്ടിൽ പറയുന്ന ഒരു ഫാക്ടറിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹെൽത്ത്, സേഫ്റ്റി, അതുപോലെ പ്രോപ്പർ വർക്കിംഗ് അവേഴ്സ്, ഇതിലെല്ലാം ഉള്ള ക്രൈറ്റീരിയാസ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫാക്ടറീസ് ആക്ടിൽ. ദിസ് ആക്ട് ഓൾസോ പ്രൊവൈഡ്സ് എക്സ്ട്രാ വേജ് ഫോർ ഓവർ ടൈം വർക്ക്. ഒരു മിനിമം വേജ് പോലെ തന്നെ എക്സ്ട്രാ വേജും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ 10 യൂണിറ്റ് ഉണ്ടാക്കിയാൽ 100 രൂപയാണെങ്കിൽ 120 യൂണിറ്റ് ഉണ്ടാക്കിയാൽ ദ എമൗണ്ട് വിൽ ഇൻക്രീസ്. സോ അങ്ങനെ നമ്മുടെ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ വേജസും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ടു അപ്പോയിൻറ്റ് ദ വർക്കേഴ്സ് ഓൺ എ റൊട്ടേഷണൽ ബേസിസ് ഫോർ നൈറ്റ് ഷിഫ്റ്റ് ആൻഡ് നോട്ടീസ് ബിഫോർ ആൻഡ് പ്രൊവൈഡ് നോട്ടീസ് ബിഫോർ ഹാൻഡ്. ആൻഡ് നോ വിമൻ ആർ സപ്പോസ് ടു വർക്ക് ഫ്രം 9 PM to 5 PM. ഒരു വിമനും 10 to 5 PM വർക്ക് ചെയ്യേണ്ട, ബട്ട് മെൻ വിൽ ബി. അങ്ങനെയാണെങ്കിൽ തന്നെ റൊട്ടേഷണൽ ബേസിൽ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ അത് നേരത്തെ അറിയിച്ചേക്കണം. This prohibited the children to work before the age of 13. 14 വയസ്സിൽ താഴെയുള്ളവരും കുട്ടികളും വർക്ക് ചെയ്യാൻ പാടില്ല എന്നത് ഈ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടു ഡീൽ വിത്ത് ഹസാർഡസ് ആക്ടിവിറ്റീസ്. കുട്ടികളും അതുപോലെ മദേഴ്സും ഇതുപോലെ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള സ്ഥലത്ത് വരാതിരിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ തിങ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫാക്ടറീസ് ആക്ട് ഓഫ് 1948. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഓഫ് 1976. മെന്നിനും വെമനും ഒരേ രീതിയിലുള്ള പേയ്മെൻറ്റ്, റെമ്യൂണറേഷൻ ഒരേപോലെ ഓൺ ദ ബേസ് ഓഫ് വർക്ക് ആൻഡ് നോട്ട് ബേസ് ഓഫ് ദ ജെൻഡർ. എന്ത് ജോലി ചെയ്തു, ജോലി ആരെടുത്തും കൂടുതൽ വർക്ക് ചെയ്തത്, സോ ഹി വിൽ ബി അവോർഡഡ് ഓർ ഷീ വിൽ ബി. അതല്ലാതെ അവരുടെ കാസ്റ്റോ റിലീജിയനോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. So these are the major questions that we are discussing today. Next day we will discuss, in the next video we will discuss on the brief on rainwater harvesting and how rainwater harvesting acts as a state and central garden policy. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് what are the measures to conserve water resources പറഞ്ഞു, what are the provisions included in the Constitution of India for human rights protection, and also what is the difference between conventional and non-conventional energy source and the major labor policies in India. Okay, and also the acts. Next we will deal with rainwater harvesting. Okay, so till then, thank you for listening. Subscribe to the channel to get the updates on the next videos also. ബാക്കി ഇനിയുള്ള എക്സാംസിന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഓൺ ദ നമ്പർ 9645848557. സോ ഇറ്റ് ഈസ് 9645848557. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഐ ക്യാൻ ഗിവ് യു ദ നോട്ട്സ്. ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണ്ടവർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുക. നോട്ട്സ് നമ്മുടെ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ട്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ PPT ഒരു വേർഡായിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ കോൺടാക്ട് ചെയ്യുക ആൻഡ് do well at the exam. നാളെ എക്സാം ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്.